മുരളി സാറിന്റെ ഫേവറേറ്റ് ശിഷ്യനായിരുന്നു. ഹായ്. മുരളി സാർ ഒരിക്കലും മറക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. എന്നെ അറിയാലോ സാർക്ക് തന്നെ. അല്ല അതറിയാം, ക്ലാസ്സിലെ ലീഡറായിട്ട് ഒതുക്കി നടത്തി 8, 9, 10 ലീഡറായിരുന്നു. എന്നെ ലതാ ടീച്ചർ തോൽപ്പിച്ചു. ലതാ ടീച്ചർ തോൽപ്പിച്ചിരിക്കുന്നു. ലതാ ടീച്ചറാണ് എന്നെ തോൽപ്പിച്ചത്. എന്നിട്ടാണ് ഞാൻ സാറായിരുന്നു എൻ്റെ അടുത്ത ക്ലാസ് ടീച്ചർ. സാറായിരുന്നു എൻ്റെ. ഇപ്പൊ എന്നിട്ട് ഒരു കുഴപ്പമില്ല, നല്ല രീതിക്ക് ജീവിതം നയിച്ചു പോരുന്നു. എന്നാലും എന്നെ ജയിപ്പിച്ചതൊക്കെ ഗീതാകുമാരി ടീച്ചറാണ്. ഗീതാകുമാരി ടീച്ചർക്ക് ഒരു ഹൈ പറയാമോ? ഗീതാകുമാരി ടീച്ചറെ ഹലോ. തോൽപ്പിച്ചാലും ലത ടീച്ചർക്ക് ഒരു ഹൈ പറയാമോ? അയ്യേ, ഞാൻ പറയില്ല. ലത ടീച്ചർ ഹൈ പറയാൻ കഴിയില്ല. മുരളി സാർക്ക് എന്തെങ്കിലും പറയൂ. മുരളി സാർക്ക് ഭയങ്കര നന്ദി. എന്താ പറഞ്ഞാൽ എന്നെ ഒരുപാട് കൃഷിപ്പണിയൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. വീട്ടുകാരോ? മുരളി സാർ കൃഷിപ്പണി ഞാനും ഉണ്ടായിരുന്നല്ലോ, ബാക്കിൽ വാഴ കൃഷിയല്ലേ. സാറിന്റെ മറക്കില്ല. സാർ കണക്കിലൊക്കെ എല്ലാത്തിലും വഴുതിരിങ്ങ, വെണ്ടയ്ക്ക അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ട് എനിക്ക് കുറച്ച് മണ്ടയ്ക്ക് കയറി നന്നായി. ഒരേ കാസ്റ്റിൽ തന്നെ സാറ് എനിക്ക് പൊറോട്ടയൊക്കെ തന്നിട്ടുണ്ട്. സാർക്ക് ഇവിടെ ഒരു കടയുണ്ടല്ലോ, ഈ ബസ് സ്റ്റാൻഡില്ലേ, ബീവറേജിന്റെ അവിടെ. അപ്പൊ എനിക്ക് പൊറോട്ടയൊക്കെ പിന്നെന്താ ഞാൻ ചോദിക്കാൻ, അത് എന്നെ നന്നായി മനസ്സിലാക്കി പഠിപ്പിച്ചത് ദിവ്യ ടീച്ചറാണ്. ദിവ്യ ടീച്ചർ. അപ്പൊ ടീച്ചർക്ക് ഒരു ഹായ് പറയാമോ? ദിവ്യ ടീച്ചർ എന്ന് പറയാമോ? പിന്നെ സുജിത്ലാൽ സാർക്കൊന്നുമില്ലേ? സുജിത്ലാൽ സാർ ഒന്നും ഇല്ലാതെ ഇംഗ്ലീഷ് എടുക്കുന്ന ഇല്ലാതെ. പിന്നെ നമ്മുടെ മാരേജ് 2024 നടത്തിയത്, ഡിസംബർ 14 ആ ഡേറ്റ്. അപ്പൊ അതേ നായേഴ്സ് തന്നെ കിട്ടിയില്ലേ? നായേഴ്സ് തന്നെ കിട്ടി. മോളുടെ പേര് വീണ. മോൾ എന്ത് ചെയ്യുന്നു? മോൾ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞു. ഡിഗ്രിയൊക്കെ പഠിച്ചത് ചെന്നൈയിലായിരുന്നു. പിന്നെ ഏത് സബ്ജക്റ്റ് ഡിഗ്രി? സബ്ജക്റ്റ് ഏതില്ല സാറേ? അത് എന്തിൻ്റെ ഡിഗ്രി എടുത്തു? ഡിഗ്രി ബ്യൂട്ടി ഡയറ്റീഷ്യൻ അറിയാം സാറേ. ഡയറ്റീഷ്യൻ നല്ലതാ, ഹോസ്പിറ്റലിലൊക്കെ നന്നായിട്ട് വരുമോ? അത് അതിൻ്റെയാണ് പഠിച്ചത്. അപ്പോൾ ഹോസ്പിറ്റൽ അഹല്ലിയിലോ അതിനോട് അത് നോക്കിയിട്ടില്ല. കിഡ്നി പേഷ്യന്റ്, ഷുഗർ പേഷ്യന്റ്, അങ്ങനെയൊക്കെയുള്ള ബി.പി പേഷ്യന്റ്, അവർക്കൊക്കെയാണ് ഡയറ്റ് കൊടുക്കും. ശരിക്കും ഒരു ഹോസ്പിറ്റലിൻ്റെ മദറാണ് ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത്. അവരാണ് ഇത്ര കലോറിയുള്ള ഭക്ഷണം വേണം, മറ്റു കാര്യങ്ങളൊക്കെ. വർക്ക് ചെയ്തിരുന്നോ ചെന്നൈയിലെവിടെയെങ്കിലും? ഇവിടെ ഇപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. ബാലൻ്റെ അച്ഛനും അമ്മയൊക്കെ നന്നായിരിക്കുന്നു സാർ. എല്ലാവർക്കും. ഈ അച്ഛനൊക്കെ സുഖമില്ല. അച്ഛൻ ഇപ്പോൾ പേപ്പർ മില്ല് അറിയും സാർക്ക്, മീൻകര. അതിന് പോകണം അച്ഛൻ. അച്ഛൻ അവിടെ സൂപ്പർവൈസറായിട്ട്. അവിടെ നല്ല ശമ്പളമാണ് സാർ, വലിയ കമ്പനി. രാധാകൃഷ്ണൻ, വേലമ്പറ്റിയിലെ വീട്. ഞാൻ വേലമ്പറ്റിയിൽ വന്നിരുന്നു, ഒരു കുട്ടി മരിച്ചിട്ട്. ആ പെയിന്റേഴ്സിന്റെ അവരുടെ സുനിൽ മരിച്ചിട്ട് വന്നിട്ടില്ലായിരുന്നു. എന്തായാലും ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു സാർ. ക്ലാസ് ടീച്ചർ രഞ്ജിമോൻ ആയിരുന്നില്ലേ കുറച്ചു കാലം? ഇല്ലല്ലോ, 10 സാറേ. 8 രഞ്ജിമോൻ ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഭാഗ്യലക്ഷ്മി ടീച്ചറായിരുന്നു എൻ്റെ ഗ്രൂപ്പ് ടീച്ചർ. വീട്ടിൽ സന്ദർശിക്കാനൊക്കെ വന്നു. ടീച്ചർ റിട്ടയർ ചെയ്തു, ഗൾഫിലാണ്. ടീച്ചർ റിട്ടയർ ചെയ്തപ്പോൾ ദുബായിലെങ്ങാണ്ടാണ്. ടീച്ചർ എനിക്ക് ടിഫിൻ ബോക്സ് ഒക്കെ വാങ്ങിത്തതുണ്ട്. ടിഫിൻ ബോക്സ്. ടീച്ചർക്ക് ഈ സംസ്കൃതം ടീച്ചർക്ക് ഒരു ഹായ് പറയാമോ? സംസ്കൃതം ടീച്ചർ ഹായ്. പിന്നെ നമ്മുടെ ഡാൻസർ എന്തെങ്കിലും ഡാൻസറിനെ എനിക്ക് പിടിക്കില്ല. അയാൾ കണ്ണിന് നേരം നോക്കിയാൽ പിടിക്കില്ല. അയാൾ അദ്ദേഹത്തിനൊരു ഹായ് പറയാൻ. ഹലോ സാറേ. എന്താ ഡാൻസർ മർദ്ദിച്ചിട്ടുണ്ട്, എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അവർ രണ്ടുപേരും. ഡാനി സാറും മുരളി സാറും. ഇല്ല, മുരളി സാർ ഫ്രണ്ട്സ് ആണെന്നല്ലേ പറഞ്ഞത്? ഫ്രണ്ട്സ് ആയിരുന്നു ഒരു സമയത്ത്, നന്നായി ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് ഘട്ടത്തിലൊക്കെ നമ്മളെ ജീവിതത്തിൽ ഒരു രസമായിട്ട് കാണുക. എന്നെ എൻ്റെ കൂട്ടുകാരന്മാരിനെയൊക്കെ നന്നായി തല്ലിയിട്ടുണ്ട് സാറ്. അതൊക്കെ മറന്നേക്കും ഇപ്പോൾ കഴിഞ്ഞില്ലേ? സാറ് റിട്ടയർ ചെയ്തു അങ്ങനെ. പിന്നെ ആരാണ് എന്നെ നന്നായി? എന്തായാലും ഈ സ്കൂളിലത്തെ മറ്റെല്ലാ സ്റ്റാഫുകൾക്കും വേണ്ടി ഞാനൊരു ഹാപ്പി മാരീഡ് ലൈഫ് പറയുകയാണ്. ബാലനെ നന്നായി കെയർ ചെയ്തത് എന്നെ ദിവ്യ ടീച്ചർ, സംസ്കൃത ടീച്ചറും, എൻ്റെ ഗീതാകുമാരി ടീച്ചർ എൻ്റെ സ്വന്തം അമ്മയെ പോലെ. ഗീതാകുമാരി ടീച്ചർ സ്വന്തം അമ്മയെ പോലെ? ഗീതാകുമാരി ടീച്ചറോ? അതെന്താ? അത്രയ്ക്കും വലിയ ഇഷ്ടമാണ് അവര്. അമ്മയെ പോലെ ടീച്ചർ കരുതിയിരുന്നു. എനിക്ക് അത്രയ്ക്കും വേണ്ടപ്പെട്ട ഒരാളാണ്.